Rama Rama Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare Hare हरिनाम संकीर्तन की जय, श्रील प्रभुपाद की जय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नमः कृष्णाय कृष्णायै राधायै माधवाय च परिपूर्णतमायै च परिपूर्णतमाय च घनश्यामाय देवाय श्यामायै सततं नमः। रासेश्वराय सततं रासेश्वरै नमो नमः। गोलोकादिवलीलाय लीलावतै नमो नमः। असंख्याण्डादिदेव्यै च असंख्याण्डनिधये नमः। भूभारकाराय भुवं गदाभ्याम् अच्छान्दये चात्र समागताभ्यां परस्परं सन्धितविग्रहाभ्यां नमो युवाभ्यां हरिराधिकाभ्यां। नमः कृष्णाय कृष्णायै राधायै माधवाय च परिपूर्णतमायै च परिपूर्णतमाय च। हरे कृष्ण 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 हरे 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 राम 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 हरे हरे. ഇവിടെ ഋതു മഹർഷി ഭഗവാന്റെ വളരെ പരമഭക്തൻ ധ്യാനിക്കുകയാണ്, സ്തുതിക്കുകയാണ് ഭഗവാൻ പ്രസാദിച്ചപ്പോൾ. പരിപൂർണതമായ നോക്കൂ, അതായത് എല്ലാ അവതാരങ്ങളിലും ശ്രേഷ്ഠനാണ് ഭഗവാൻ. കാര്യം കൃഷ്ണൻ വന്നിരിക്കുന്നത് നമ്മുടെ മുന്നിൽ അവതാരം എടുത്തിട്ട് ആണെന്നുണ്ടെങ്കിലും അവതാരിയാണ്. അതുകൊണ്ടാണ് ഋതു മഹർഷി ഭഗവാനെ സ്തുതിക്കുന്നത് പരിപൂർണതമൻ, പരിപൂർണതമനായ. അതുകൊണ്ടാണ് പരമ ദിവ്യോത്തമ പുരുഷൻ എന്ന് പറയുന്നത്. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. ആ ഭഗവാന്റെ ലീലകൾ ഏറ്റവും കൂടുതൽ കൊണ്ടാടിയ അല്ലെങ്കിൽ ലീലകൾ നടന്ന മാസമാണ് കാർത്തിക മാസം. ഭഗവാൻ ആദ്യമായിട്ട് കാലികളെ മേയ്ക്കാൻ പോയതും ഈ മാസത്തിലാണ്. നല്ല രസമാണ്. അപ്പം എല്ലാവരും കാലികളെ മേയ്ക്കാൻ പോകും, പശുക്കളെ മേയ്ക്കാൻ പോകുമ്പോൾ കൃഷ്ണൻ ഇങ്ങനെ കൊച്ചുകുട്ടിയാണ് നോക്കി നിൽക്കും. സാധാരണ ബാലന്മാരെ പോലെ കൃഷ്ണനും പറയും, അമ്മ എനിക്കും ഇവരുടെ കൂടെ പോകണം എന്ന് പറയും. അപ്പം യശോദാമ്മ പറയും, എങ്ങനെ നിന്നെ വിടാൻ പറ്റും? പോകല്ലേ കണ്ണ പോകല്ലേ എന്ന് പാടിക്കൊണ്ട് പറയും, നിന്റെ കാലുകൾ പാദങ്ങൾ വളരെ സോഫ്റ്റ് ആണ്, മൃദുലമാണ്, തൂവല് പോലെ മൃദുലമാണ്. അപ്പം പോകുമ്പോൾ കൊച്ചു കൊച്ചു കല്ലുകൾ കാണും, ആ കല്ലുകളിൽ കൊണ്ട് നിന്റെ കാല് മുറിയില്ലേ എന്ന് ചോദിക്കും, ചോര തുടിക്കില്ലേ, അതുകൊണ്ട് നീ പോകണ്ട എന്ന് പറയും. കൃഷ്ണന് വളരെ വിഷമം വരും. അപ്പൊ ഈ പറയുന്നത് പശുക്കൾ കേൾക്കും. അന്ന് രാത്രി ആ പശുക്കൾ ഇറങ്ങി വന്നിട്ട്, അതിനെ വൃന്ദാവനത്തിലെ രമൺ രേത്തി എന്ന് പറയും ആ സ്ഥലം. പശുക്കൾ വന്നിട്ട് കൊമ്പുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുകയും മറിയുകയും കൊമ്പുകൾ കൊണ്ട് മണ്ണ് ഇളക്കി മറിക്കുകയും ചെയ്ത് ആ മണ്ണിനെയെല്ലാം
പൗഡർ പോലെ മൃദുലമാക്കി. നമ്മൾ പണ്ട് കുട്ടിക്കുറ പൗഡർ ഉപയോഗിക്കത്തില്ല, ആ കുട്ടിക്കുറ പൗഡർ വളരെ സോഫ്റ്റ് ആയിരുന്നു. മറ്റു പൗഡറുകളെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ ആ സമയത്ത് ഏറ്റവും നല്ല സോഫ്റ്റ് പൗഡർ എന്ന് പറഞ്ഞാൽ കുട്ടിക്കുറയാണ്. അല്ലേ? ശരിയല്ലേ? നോക്കിയിട്ടുണ്ടോ? എല്ലാവരും ഇവിടെ ഉള്ളവരല്ലേ? അല്ല, പിന്നെ പോൺസ് പൗഡർ കൊണ്ടില്ലായിരുന്നു. പോൺസ് പൗഡറും ഉണ്ടായിരുന്നു. ഇത് രണ്ടെണ്ണം ആയിരുന്നില്ല. അംബാസഡറും ലൈലാൻഡും ടാറ്റാ ബസ് എന്ന് പറയുന്നതിന്റെ വിട്ട് ഇവർ രണ്ടുപേരായിരുന്നു മാർക്കറ്റ് ലീഡ് ചെയ്തിരുന്നത്. അതിനകത്ത് വളരെ സോഫ്റ്റ് കുട്ടിക്കുറയായിരുന്നു, വളരെ സോഫ്റ്റ്. ഇപ്പം അതിനേക്കാൾ ഇപ്പം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതിനേക്കാൾ വളരെ സോഫ്റ്റ് ആയിട്ട് ഈ പശുക്കള് മണ്ണെല്ലാം ഉഴുതുമറിച്ച് നികത്തിയിട്ട് രാവിലെ നോക്കുമ്പം ഈ പൂഴി മണലെല്ലാം വളരെ സോഫ്റ്റ് ആണ്. അപ്പം കൃഷ്ണന് വളരെ സന്തോഷത്തോടു കൂടി ചെന്ന് പറയുകയാണ്, അമ്മ ഇപ്പം നോക്കൂ, മണ്ണെല്ലാം കിടക്കുന്നത് വളരെ സോഫ്റ്റ് അല്ലേ, എന്റെ കാലൊന്നും മുറിയത്തില്ല. അങ്ങനെ കൃഷ്ണൻ ആദ്യമായിട്ട് കാലികളെ മേയ്ക്കാൻ പോകുന്നതും ഈ മാസമാണ്. അതുപോലെ ബ്രഹ്മവിമോഹന ലീല നടക്കുന്നതും ഈ കാർത്തിക മാസത്തിലാണ്. ബ്രഹ്മാവ് ഭഗവാൻ ഈ ചെറിയ കുട്ടിയെ ഒരു മായ, വെറും കൊച്ചു കുട്ടിയല്ലേ, നമുക്കൊന്നൊരു വികൃതി കാണിക്കാം, ഒരു കുസൃതി കാണിക്കാം, ഒരു കളി കളിക്കാം എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവ് ഗോപന്മാരെയും പശുക്കളെയും എടുത്തുകൊണ്ടുപോയി. കൃഷ്ണൻ നോക്കുമ്പം ആരെയും കാണുന്നില്ല. കൃഷ്ണന് മനസ്സിലായി ബ്രഹ്മാവാണെന്നുള്ളത്, ബ്രഹ്മാവാണ് ചെയ്തെന്നുള്ളത്. ഭഗവാൻ ഒന്നും ചെയ്തില്ല, ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അതേ പശുക്കളെയും, നേരെ റിഫ്ലക്ഷൻ, അതേ പശുക്കളെയും അതേ ഗോപന്മാരെയും എല്ലാം അതേപോലെ നിർത്തി, വേറെ സൃഷ്ടിച്ചെടുത്തു. എന്നിട്ട് ബ്രഹ്മാവ് ഒന്നും അറിയുന്നില്ല, ബ്രഹ്മാവ് കൊണ്ടുപോയി. കുട്ടികളും ഒന്നും അറിയുന്നില്ല, എല്ലാം തിരിച്ചു വന്ന് അതാത് വീടുകളിലെ തൊഴുത്തുകളിലേക്ക് പോവുകയാണ്. പക്ഷെ അന്ന് തൊട്ട് അവിടുത്തെ ഗോപികമാർക്ക് വല്ലാത്ത സ്നേഹം ഈ പശുക്കളുണ്ട്. കുട്ടികളെ കാണുമ്പോഴേ പശുക്കൾ പെട്ടെന്ന് ചെറുത്തും. എന്താണ് വ്യത്യാസം എന്ന് അറിയാൻ വയ്യ. അപ്പൊ ഗോപികമാരുടെ സ്നേഹം ഇത് കൃഷ്ണന്റെ അംശങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഗോപികമാർക്ക് കൃഷ്ണനോടുള്ള സ്നേഹം ഈ പശുക്കളോടും കൂടി വന്നു. ഇത്രയും അധികം സ്നേഹം കണ്ടപ്പം ബലരാമന് സംശയം വന്നു, ഇത് അങ്ങനെ അല്ലല്ലോ, പതിവല്ലോ. ബലരാമൻ ചെന്ന് കൃഷ്ണന്റെ അടുത്ത് പറയും, കൃഷ്ണ ഇതിലെന്തോ ഒരു കള്ളക്കളിയുണ്ട്. അപ്പൊ കൃഷ്ണൻ കാര്യം പറയും, ഇതുപോലാണ്, മിണ്ടണ്ട എന്ന് പറയും. അങ്ങനെ ഏകദേശം 1 വർഷം കഴിഞ്ഞ് ബ്രഹ്മാവ് വന്ന് നോക്കുകയാണ്. നോക്കുമ്പോൾ ബ്രഹ്മാവ് അന്തം വിടും. ഞാൻ പിടിച്ചുകൊണ്ടുവന്ന പശുക്കളും ഗോപന്മാരും അതേപോലെ ഇവിടെ നിൽപ്പുണ്ട്. പക്ഷെ ഇതാ കൃഷ്ണന്റെ മുന്നിൽ അതേ പശുക്കളും ഗോപന്മാരും നിൽക്കുന്നു. അങ്ങനെ ബ്രഹ്മാവ് കൃഷ്ണന് ശരണാഗതി പ്രാപിച്ചിട്ട് ആ കൊണ്ടുപോയ പശുക്കളെയും ഗോപന്മാരെയും എല്ലാം തിരിച്ചു കൊടുക്കുന്നു. ഈ കുട്ടികള് ഈ പശുക്കളോ ഒന്നും ഇത് അറിയുന്നില്ല. അവർക്ക് ആ ദിവസം തന്നെയാണ് എന്നുള്ളതാണ് അഭാവം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വനഭോജനം അന്നാണ് നടക്കുന്നത്. അതും കഴിഞ്ഞിട്ട് കൃഷ്ണ വയറു വിശക്കുന്നു എന്ന് പറയും. ഉറക്കത്തു നിന്ന് ഉണർന്നതുപോലെയാണ് കുട്ടികൾ പറയുന്നത്, കൃഷ്ണ വയറു വിശക്കുന്നു. അങ്ങനെ ഒരുമിച്ചിരുന്ന് വനഭോജനവും കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകും. അപ്പം അതുകൊണ്ടാണ് ഭഗവാന് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. അഹം സർവസ്യ പ്രഭു മത്തക സർവം പ്രവർത്തതേ ഇതി മത്വ ഭജന്തേ മാം ബുധാഭാവ സമന്വിതാഹ. ഈ ആധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്. ഇതറിയുന്ന ബുദ്ധിമാന്മാർ എൻ്റെ അടുത്ത് വരികയും എന്നെ ആരാധിക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ. കമലു റെഡിയായോ പാട്ട്? जय जय जगन्नाथ प्रभु ഒരു മിനിറ്റ് ഇപ്പൊ പാടാം. ഹരേ കൃഷ്ണ. സുമാജി ചന്തു റെഡിയാണല്ലോ? റെഡി ആയിട്ടിരുന്നാ മതി. ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ, കമൽ റെഡി ആകുമ്പോഴത്തേന് സ്മിത മാതാജി ഒരു മെസ്സേജ് കൊടുക്കൂ. ഹരേ കൃഷ്ണ. എല്ലാ മെസ്സേജും എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ഇന്ന് നമ്മുടെ അടുത്തൊരു ഹോസ്റ്റ് വിനോദ്ജി പ്രിയാജി ഉണ്ട്, കൊടുക്കൂ മെസ്സേജ്. വോളിയം ഇത്തിരി കുറവാണ്.
ഹരേ കൃഷ്ണ. കാർത്തിക മാസത്തിന്റെ കഥ ഓൾറെഡി പ്രഭു ഇപ്പൊ പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത് കാർത്തിക മാസത്തിന്റെ മാഹാത്മ്യം എന്താണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ കാർത്തിക മാസത്തില് ഒരു ദീപം തെളിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഭഗവാന് വേണ്ടി ഒരു ദീപം തെളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ 100 പല ജന്മങ്ങളിലുള്ള പാപങ്ങളെല്ലാം കഴുകിക്കളയാൻ പറ്റും. ഈ കാർത്തിക മാസത്തിന്റെ ലീല എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? എത്ര നമ്മൾ ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഈവൻ ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും അത് നമ്മൾ സ്നേഹത്തോടു കൂടെ ഭഗവാനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അത് സ്വീകരിക്കുന്നതാണ്. മൂന്നാമത്തെ കാര്യം, ഈ യമലാർജുന ട്രീസിന് എങ്ങനെയാണോ ഭഗവാൻ മോക്ഷം കൊടുത്തത്, അതുപോലെ നമ്മളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മാസത്തില് നമ്മൾ ഭഗവാനോട് മാപ്പ് ചോദിക്കുക കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള എന്താ പറയുക ഫൊർഗീവ്നെസ് കിട്ടും. ഓക്കെ. ആൻഡ് പത്മപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈ കാർത്തിക മാസത്തിന്റെ വ്രതം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യമദൂതന്മാര് നമ്മളുടെ അടുത്തേക്ക് വരില്ല എന്നാണ്. അതായത് വിഷ്ണുദൂതന്മാരാണ് വരിക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഗോലോകത്തിലേക്ക് അല്ലെങ്കിൽ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ്. ഇനി ഈ കാർത്തിക മാസം ഒരു വർഷം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അടുത്ത 100 ജന്മങ്ങളിൽ നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടും. അതുപോലെ ഈ കാർത്തിക മാസത്തിന്റെ വ്രതം എന്ന് പറയുന്നത് 1000 വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 1000 സാക്രിഫൈസസ് അല്ലെങ്കിൽ യജ്ഞങ്ങൾ ചെയ്തതിന്റെ തുല്യമാണ് നമ്മൾ ഈ കാർത്തിക മാസത്തിന്റെ വ്രതം. ഈ ചെറിയ ദീപം കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ദാമോദരാഷ്ടകം ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. അതായത് ഈ മൗണ്ട് മേരുവിനെ പോലെ അത്രയ്ക്ക് കൂടുതൽ പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടെ ഒരു വിളക്ക് ഗീ ലാമ്പ് ഭഗവാന് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ബേൺ ചെയ്യും. ആൻഡ് പറഞ്ഞിരിക്കുന്ന ഈ കാർത്തിക വ്രതം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പിരിച്വൽ അഡ്വാൻസ്മെന്റ് മാത്രമല്ല, ഇനി നമ്മൾ എന്തെങ്കിലും മെറ്റീരിയൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടെ ഭഗവാൻ അത് നമ്മൾക്ക് സാധിച്ചു തരും എന്നാണ് പറയുന്നത്. അതായത് 4 പുരുഷാർത്ഥങ്ങൾ അതുകൂടെ നമ്മൾക്ക് കിട്ടും. ഇനി അതേപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും സഫറിങ് ഉണ്ടാവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ ദാമോദര ഭഗവാന്റെ ലീല കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കാർത്തിക ദീപം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മില്യൺ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം കത്തിപ്പോവും. ആൻഡ് ഇത് മാത്രമല്ല, നമ്മുടെ ആൻസിസ്റ്റേഴ്സ് അവർക്കും ലിബറേഷൻ കിട്ടും. ഞാൻ പറയാൻ പോകുന്നത് 6 ചെറിയ കാര്യങ്ങൾ നമുക്ക് ഈ ദാമോദര മാസത്തിൽ ഭഗവാന്റെ കൃപ നേടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. 1, നെയ്വിളക്ക് കാണിച്ച് ദാമോദരാഷ്ടകം ചെല്ലുക. 2, തുളസി പൂജ ചെയ്യുക, തുളസിക്ക് വെള്ളം നനയ്ക്കുക. പിന്നെ 3, ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. ജപിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ നമ്പർ കൂട്ടാൻ ശ്രമിക്കുക. ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത വായിക്കുക. ശരിക്കും ഈ മാസത്തിൽ വായിക്കേണ്ടത് ഭഗവത്ഗീത ചാപ്റ്റർ 12-ഉം ശ്രീമദ് ഭാഗവതം കാൻറ്റോ 10-ഉമാണ്. ഇനി നമുക്ക് അതിന് സമയമില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ചതുശ്ലോകി ഭാഗവതവും ഭഗവത്ഗീതയെങ്കിലും ദിവസവും വായിക്കുക. പ്രസാദം മാത്രം കഴിക്കുക. കുറഞ്ഞ വർഷം സത്യബുക്ക് എങ്കിലും ആവുക. ദാനം ചെയ്യുക, ക്ഷേത്രങ്ങളെ പിന്തുണയ്ക്കുക. കാരണം ഇപ്പോ ഈ കൊറോണയുടെ ടൈം ആയതുകൊണ്ട് ക്ഷേത്രങ്ങളിലെല്ലാം വരുമാനം ഇല്ലാതിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മൾക്ക് നല്ലൊരു ചാൻസ് ആണ്. നമ്മൾ വിചാരിക്കും നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് എന്തോ ചെയ്യണം, ദാനം ചെയ്യുമ്പോന്ന്. അല്ല, അങ്ങനെയല്ല. സത്യത്തില് നമ്മളുടെ വെൽത്ത് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സാലറി എന്താണോ ആ ലക്ഷ്മി കൂടെ നമ്മൾ പ്യൂരിഫൈ ചെയ്യണം ഭഗവാന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ദാനം ചെയ്യുന്ന സമയത്ത്. ആൻഡ് നമ്മൾ രണ്ടാമത്തെ കാര്യം ആലോചിക്കേണ്ടത്, ഭഗവാൻ എത്ര മേഴ്സിഫുൾ ആണ്. നമ്മുടെ അടുത്തുനിന്ന് ആ ദാനം അക്സെപ്റ്റ് ചെയ്യണം. നമുക്കറിയാം ഭഗവാൻ എന്താ പറയാ ഫുൾ വെൽത്തിന്റെ ഇൻചാർജ് ആണെന്നുള്ളത്. മീൻസ് എല്ലാം ഭഗവാനിൽ നിന്നാണ് വരുന്നത്. എന്നിട്ട് പോലും നമ്മൾക്ക് ഒരു ചാൻസ് തരികയാണ്, ഒരു ചെറിയ ഓഫറിങ്, ഒരു ചെറിയ ലക്ഷ്മി ഭഗവാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഭഗവാന്റെ മഹാത്മ്യം എത്രയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ സമയത്ത് നമ്മൾ ചെയ്യാൻ നമുക്ക് ചാൻസ് കിട്ടുന്ന സമയത്ത് നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്യണം. ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ക്ഷേത്രങ്ങളെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യും. എല്ലാ മാസങ്ങളും നമ്മൾ ദാനം ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ഈ മാസം, അതായത് കാർത്തിക മാസത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 മടങ്ങ് കൃപ നമുക്ക് ഭഗവാന്റെ ലഭിക്കും. 7 തലമുറകൾ മുന്നോട്ടും 7 തലമുറ പിന്നോട്ടും ഉള്ള എല്ലാവർക്കും ഇത് പ്രയോജനം ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഈ കാർത്തിക വ്രതം, കാർത്തിക മാസം അനുചരിക്കുകയും
നമ്മളാൽ പറ്റാവുന്ന പോലെ എന്തെങ്കിലും ദാനം ചെയ്യുക. നീ ക്ഷേത്രങ്ങളെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിനക്ക് മണിലാൽജിയോട് പറഞ്ഞാൽ മതി. മണിലാൽജി അത് എവിടേക്കാ കൊടുക്കേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറേഞ്ച് ചെയ്യും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. താങ്ക് യു. കാർത്തിക മഹാത്മ്യത്തെ കുറിച്ച് താങ്ക് യു. കമലു റെഡി അല്ലേ? അതെ പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. जय जय जगन्नाथ सच्चिदानंदन त्रिभुवन कोरे चरण वंदन। 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 नीलाचल शंख चक्र गदा पद्मधार नदिया नगरे दंड कमंडलुकार। नीलाचल शंख चक्र गदा पद्मधार नदिया नगरे दंड कमंडलुकार। के हो बोले पूरा बेटे रावण पतिरा गोलोके वैभव लीला प्रकाशा। के हो बोले पूरा बेटे रावण पतिरा गोलोके वैभव लीला प्रकाशा। के हो बोले पूरा बेटे रावण पतिरा गोलोके वैभव लीला प्रकाशा। के हो बोले पूरा बेटे रावण पतिरा गोलोके वैभव लीला प्रकाशा। जय जय जगन्नाथ सच्चिदानंदन त्रिभुवन कोरे चरण वंदन। जय जय जगन्नाथ सच्चिदानंदन त्रिभुवन कोरे चरण वंदन। जय जय जगन्नाथ सच्चिदानंदन त्रिभुवन कोरे चरण वंदन। श्री राधा भावे बेकोरा अवतार हरे कृष्ण नाम गोरा कोरिला प्रचार। श्री राधा भावे बेकोरा अवतार हरे कृष्ण नाम गोरा कोरिला प्रचार। श्री राधा भावे बेकोरा अवतार हरे कृष्ण नाम गोरा कोरिला प्रचार। श्री राधा भावे बेकोरा अवतार हरे कृष्ण नाम गोरा कोरिला प्रचार। वासुदेवे घोषा बोले कोरी जोड़ा हाथ जय कोर से कृष्ण से जगन्नाथ। वासुदेवे घोषा बोले कोरी जोड़ा हाथ जय कोर से कृष्ण से जगन्नाथ। वासुदेवा घोषा बोले कोरी जोड़ा हाथ जय कोर से कृष्ण से जगन्नाथ। वासुदेवा घोषा बोले कोरी जोड़ा हाथ जय कोर से कृष्ण से जगन्नाथ। जय जय जगन्नाथ सच्चिदानंदन त्रिभुवन कोरे चरण वंदन। 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 नीलाचल शंख चक्र गदा पद्मधार नदिया नगरे दंड कमंडलुकार। के हो बोले पूरा बेटे रावण पतिरा गोलोके वैभव लीला प्रकाशा। जय जय जगन्नाथ
सच्चिदानंदन त्रिभुवन कोरे जार चरण वंदन जय जय जगन्नाथ सच्चिदानंदन त्रिभुवन कोरे जार चरण वंदन. हरे कृष्ण. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. അപ്പം കാർത്തിക മാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പത്മപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്മിതമാതാജി പറഞ്ഞു. വീണ്ടും സ്കന്ദപുരാണത്തിൽ വീണ്ടും എടുത്തു പറയുന്നു. ഒരേ കാര്യം പലയിടത്തും എടുത്തു പറയുമ്പോൾ തീർച്ചയായിട്ടും വിചാരിക്കണം അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന്. സ്കന്ദപുരാണത്തിൽ പറയുന്നു, പത്മപുരാണത്തിൽ പറയുന്നു, ദേവി ഭാഗവതത്തിൽ പറയുന്നു, ശ്രീമദ് മഹാഭാഗവതത്തിൽ പറയുന്നു, ഗർഗഭാഗവതത്തിൽ പറയുന്നു. അപ്പം ഒരു കാര്യത്തെ എടുത്ത് പറയുമ്പോൾ അത്രയും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത്രയും നമ്മൾ ആചരിക്കേണ്ടതാണെന്നുള്ളത് കൃത്യമാണ്, നമുക്ക് തിരിച്ചറിയും. അപ്പം ഇവിടെ സ്കന്ദപുരാണത്തിൽ പറയുന്നത്, സ്കന്ദപുരാണം പുരാണങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്ലോകങ്ങളുള്ളതാണ് സ്കന്ദപുരാണം. 1,00,000 ശ്ലോകങ്ങളാണ്. പുരാണങ്ങളിലെ ഏറ്റവും വലിയ പുരാണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കന്ദപുരാണമാണ്. സ്കന്ദപുരാണം ഒന്നുമില്ല, സുബ്രഹ്മണ്യന്റെ കുറെ ചോദ്യങ്ങളും വിഷ്ണു കൊടുക്കുന്ന കുറെ ഉത്തരങ്ങളും. ഇതാണ് സ്കന്ദപുരാണം. സ്കന്ദപുരാണത്തിൽ പറയുന്നു, ന കാർത്തിക സമോ മാസം, ന കാർത്തിക സമോ മാസം, ന കൃതേന സമം യുഗം, ന വേദം സദൃശം ശാസ്ത്ര, ന തീർത്ഥം ഗംഗയാ സമം. ന കാർത്തിക സമോ മാസം, മാസങ്ങളിൽ കാർത്തിക മാസത്തിന് സമമായിട്ട് മറ്റൊരു മാസം തന്നെയില്ല. ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് കാർത്തിക മാസം. ന കാർത്തിക സമോ മാസം. പിന്നെ പറയുന്നു, ന കൃതേന സമം യുഗം, യുഗങ്ങളില് കൃതയുഗത്തെ പോലെ മറ്റൊരു യുഗങ്ങൾ വേറെയില്ല. സത്യയുഗം എന്ന് പറയും. സത്യമായ യുഗം, പാൽ പോലെ വെള്ളയായ ആ തന്മയത്വമുള്ള യുഗം, അതാണ് ന കൃതേന സമം യുഗം. പിന്നെ ശാസ്ത്രങ്ങളിൽ ന വേദ സദൃശം ശാസ്ത്രം, ശാസ്ത്രങ്ങളിൽ സയൻസിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ വേദങ്ങളാണ്. അതില് തന്നെ ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത് ശ്രീമദ് മഹാഭാഗവതമാണ്. കാര്യം വേദങ്ങളെല്ലാം രചിച്ചിട്ട് നാരദ മഹർഷിക്ക് ഒരു പരിപൂർണ സംതൃപ്തി, വ്യാസ മഹർഷിക്ക് സംതൃപ്തിയാവുന്നില്ല. അപ്പോഴാണ് നാരദ മഹർഷി വരികയും വ്യാസമഹർഷിയെ കാണുകയും വ്യാസമഹർഷി എടുത്ത് പറയുകയും ചെയ്തത്, അങ്ങയുടെ ദുഃഖം എനിക്കറിയാം. കാര്യം എന്താണോ അങ്ങ് ഉദ്ദേശിച്ചത് അത് കൃത്യമായ ഒരു ട്രൂ റിഫ്ലക്ഷൻ ഈ വേദങ്ങളിൽ വന്നിട്ടില്ല. അതുകൊണ്ട് കാര്യം ഈ വേദങ്ങളെല്ലാം ഓർമ്മിക്കേണ്ടത്, സ്മരിക്കേണ്ടത് ആരെയാണ്? ഭഗവാനെയാണ്. അതാണ് ഭഗവത്ഗീതയിൽ 15-ാമത്തെ അധ്യായത്തില് 15-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നത്, സർവസ്യജാഹം ഹൃസന്നിവിഷ്ടു മസ്തസ്മൃതിജ്ഞാനം അവോഹനം ച വേദയിച്ച സർവേർ അഹം ഏവ വേദ്യു വേദാന്തകൃത് വേദവിദേവചാരം. ഈ വേദങ്ങൾ ഞാനാണ്, വേദങ്ങളിലൂടെ അറിയേണ്ടത് എന്നെയാണ്, ഈ വേദങ്ങളെല്ലാം കമ്പയർ ചെയ്തത് ഞാൻ തന്നെയാണ്. അപ്പം ഇത് സാധാരണക്കാർക്ക് മനസ്സിലായില്ല. ഇപ്പം സാധാരണ വേദ ക്ലാസ്സുകളിൽ പോകുന്നവരുടെയും അവസ്ഥ ഇതാണ്. വലിയ വലിയ കാര്യങ്ങളാണ് അത് പറയുന്നത്. കുറെ കാര്യങ്ങൾ പറയും, നമ്മൾ കുറെ കാര്യങ്ങൾ കേട്ടിട്ട് എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, എവിടെ തുടങ്ങണമെന്നും ഒന്നും അറിയാൻ വയ്യാതെ ഉള്ള അറിവും കൂടെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് പുറത്തോട്ട് വരുന്നത്. സത്യം പറയുന്നത്. ഇപ്പം അതിന്റെ ശരിയായ മീനിങ് എന്താണെന്നുള്ള ആണ് അവസാനം നാരദ മഹർഷി വ്യാസമഹർഷിക്ക് വേദാന്ത സൂത്രം പറഞ്ഞു കൊടുക്കും. ആ ഒരു ഫോർമുല പറഞ്ഞു കൊടുത്തിട്ട് ആ ഫോർമുലയിൽ നിന്നാണ് പിന്നെ ഭാഗവതം ഉണ്ടാകുന്നത്. ആദ്യത്തെ ശ്ലോകം പറഞ്ഞു കൊടുക്കും, ജന്മാദ്യസ്യതു അന്യയാ ഇതരതച്ച അർത്ഥേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃതായ ആദികവയെ മുഹ്യന്തി സൂര്യേഹ യഥോവാദിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ അംശാ ധാംനാ സാംന സദാ നിരസ്തൂകം സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി, ഇതിനെ കൃഷ്ണഗായത്രി മന്ത്രം എന്നും കൂടി പറയും. സത്യം പരം ധീമഹി. അപ്പം അതുകൊണ്ട് പിന്നെ പറയുന്നു, ന തീർത്ഥം ഗംഗയാസമം, ഗംഗയെ പോലെ തീർത്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഗംഗാജലമാണ്, ഗംഗാ നദിയാണ്, ഗംഗയാണ്. തീർത്ഥങ്ങളിൽ ഗംഗയെ സമം ചെയ്യാൻ മറ്റൊന്നുമില്ല. ഹരേ കൃഷ്ണ. അപ്പൊ ഇതിലെ
കഴിഞ്ഞ പ്രാവശ്യം ശില്പമാതാജി ഊർജ്ജവ്രതത്തിനെ കുറിച്ചും കാർത്തിക മാസത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ഹരേ കൃഷ്ണ. ശില്പമാതാജി മെസ്സേജ് കൊടുക്കാം എന്തെങ്കിലും. ഹരേ കൃഷ്ണ. Hare Krishna to all devotees. Please accept my humble obeisances. Aranta Koti Vaishnava Vrinda ki jai. Jagat Guru Srila Prabhupada ki jai. നമ്മള് ഈ ഒരു മാസം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രഭു പറഞ്ഞ പോലെ കുറെ ലീലകള്, കൃഷ്ണന്റെ കുറെ ലീലകള് നടന്ന ഒരു മാസമാണ് കാർത്തിക മാസം. ആൻഡ് നമ്മളിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ അൾട്ടിമേറ്റ്, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു റീച്ച് കൃഷ്ണ എന്നാണ്. സോ നമ്മുടെ എന്താ പറയാ, വി ഹാവ് ടു ഗോ ബാക്ക് ഹോം. നമ്മളൊക്കെ ഇപ്പം ശരിക്കും ഒരു നമ്മള് ഇപ്പം ഫോർ എക്സാമ്പിൾ ഹൗ ദ പ്രിസണേഴ്സ് ആർ ഇൻ ദ ജയിൽ, യുനോ വി ആർ ഇൻ ദാറ്റ് സ്റ്റേറ്റ് റൈറ്റ് നൗ. നമ്മൾ ഒരു ജയിലിൽ ഇരിക്കുന്ന പോലെയാണ്. ആൻഡ് നമ്മളിവിടെ ജയിലിൽ ഇരുന്നിട്ട് നമ്മൾ എപ്പോഴും വി ആർ ഡ്രീമിങ് ഓഫ് ഗോയിങ് ബാക്ക് ഹോം വൺ ഡേ, ഗോയിങ് ബാക്ക് ടു അവർ ഗോഡ് ഹെഡ് വൺ ഡേ. സോ ജയിലിൽ എങ്ങനെയാണ് നമ്മളിപ്പം നമുക്കൊരു വിധി പറയാണ്, ഓക്കെ ഇത്രയും ദിവസങ്ങൾ നമ്മുടെ പണിഷ്മെന്റ്, ഇത്രയും ദിവസം നമ്മൾ ജയിലിൽ കിടക്കണം. എന്നാൽ നമ്മുടെ ഗുഡ് കണ്ടക്ട് പ്രകാരം ആ ഒരു പണിഷ്മെന്റ് കുറച്ച് നമുക്ക് വേഗം വീട്ടിൽ പോകാൻ പറ്റും. സോ അതേപോലെയാണ് നമ്മൾ ഓരോ മാസങ്ങൾ നമ്മൾ ആചരിക്കുന്നത്. ഓരോ മാസം, ദാറ്റ് ഈസ് ഓവർ ദ ഹോൾ ഇയർ 12 മാസം, 12 മാസങ്ങളിൽ ഓരോ മാസങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് എസ്പെഷ്യലി കാർത്തിക മാസം, ബിക്കോസ് ഈ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ പുണ്യം കിട്ടുന്നത്. യുനോ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇപ്പം സ്മിത മാതാജിയും കൂടെ പറഞ്ഞ പോലെ നമ്മുടെ കർമ്മദോഷങ്ങളെല്ലാം ബേൺ ആയി പോണ മാസമാണ് ഇഫ് വി ആക്ച്വലി ടേക്ക് ദ വ്രത ഇൻ ദിസ് മന്ത്. സോ പിന്നെ നമ്മൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ദാറ്റ് ഈസ് ഈ കുട്ടികൾ പ്ലേ സ്റ്റേഷൻ കളിക്കുന്ന പോലെ അല്ലെങ്കിൽ ഗെയിംസ് കളിക്കുന്ന പോലെ നമുക്കറിയാം ഓരോ ഗെയിം കഴിയും തോറും ഓരോ ലൈഫ് പോകുമ്പോൾ നമ്മൾ വി ലൂസ് ദ വാട്ട് എവർ വി ഹാവ് ഗെയിൻഡ് ഇൻ ദ പ്രീവിയസ് സ്റ്റേജ്. ബട്ട് ഹിയർ ഈ ഒരു ലോകത്ത് നമ്മളത് ലൂസ് ചെയ്യണില്ല. നമ്മൾ എന്തൊക്കെയാണ് ഈ ജന്മം നമ്മൾ അക്യുമുലേറ്റ് ചെയ്തത് അത് അടുത്ത ജന്മത്തിലോട്ട് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യാണ്. സോ വാട്ട് എവർ യു ഡു ഇൻ ദിസ് ജന്മ, വി ആർ സപ്പോസ് ടു take it as very important so that you can contribute and you can practice in your life so that this is not going to go away. അതേപോലെയാണ് ലൈക്ക് റിമെമ്പറിങ്. എന്തിനാണ് നമ്മൾ ഇതൊക്കെ ആചരിക്കുന്നത്? ബിക്കോസ് അറ്റ് ദ ടൈം ഓഫ് ലീവിങ് അവർ ബോഡി, നമ്മൾ ഇപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് ലീവിങ് ദ ബോഡി വി വിൽ നോട്ട് റിമെമ്പർ എന്നാണ് പറയുന്നത്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, യം യം വാപി സ്മരൻ ഭാവം ത്യജത്തെ തന്തെ കലേവരം തം തം ഏവൈതി കൗന്തേയ സദാ തത് ഭാവ ഭാവിതഃ. At the time of leaving the body, whatever you remember, you will attain that without fail എന്നാണ് ഭഗവാൻ പറയുന്നത്. So basically there are 3 stages for us. The first stage is that നമ്മൾ മീറ്റ് ഒന്നും യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ we start avoiding meat, no intoxication, no illicit relationships, നോ ഗാംബ്ലിംഗ്. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. നമ്മൾ ഒരു ഡിവോഷനിലോട്ട് വരുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കും. സോ വി നിഷേധിക്കും. പിന്നെ ഉള്ളത് നെക്സ്റ്റ് സ്റ്റേജ് നമ്മൾ എന്തൊക്കെയാ ചെയ്യണത്? വി ഗെറ്റ് ഇൻ ടു ചാന്റിങ്, we get into having prasadam, we associate ourselves with devotees, other devotees, we take ekadashi vradam, പിന്നെ നമ്മൾ ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം എല്ലാം വായിക്കും. ഇത് നമ്മളെ ഡെവലപ്പ് ചെയ്യാനുള്ള സ്റ്റേജ് ആണ്. The third stage ആണ് ഏറ്റവും വലിയ important, and that is trying to reach Krishna. And for that, ആ സ്റ്റേജിന് ഒരു കണ്ടീഷനേ ഉള്ളൂ ഭഗവാൻ പറയുന്നത്, that you have to remember me at the time of leaving the body, then only you will reach me എന്ന് ഭഗവാൻ അത് ഗ്യാരണ്ടി പറയാണ്. ഭഗവാന് മാത്രമേ ഈ ഗ്യാരണ്ടി പറയാൻ പറ്റുള്ളൂ. സോ എത്ര നമ്മള് ഇപ്പം ഒരാള് മരിക്കാൻ കിടക്കുന്ന സമയത്ത് എത്ര പേര് അതിന്റെ ചുറ്റും ഇരുന്നിട്ട് രാമായണം വായിക്കും, അല്ലെങ്കിൽ ഭാഗവതം വായിക്കും, രാമനാമം ജപിക്കും, എന്നാലും ആ ആൾക്ക് ആ സമയത്ത് ഭഗവാനെ ഓർക്കാൻ പറ്റിയില്ലെങ്കിൽ there is no use. So how he will remember is that all his life he has to practice it. എന്നാൽ അത് ഓട്ടോമാറ്റിക്കലി അത് വരും. ഫോർ എക്സാമ്പിൾ ഒരു കഥ നമുക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, ജഡഭരതയുടെ കഥ, where Bharata Maharaj, he leaves everything
kingdom and all the wealth, everything, ellam vittittu Bhagavane prabhikanayitte he goes to the forest and he starts meditating. So every day he does his pujas and he meditates and he lives a very pious life. But one day what happens is he sees a deer, or a pregnant deer aana. Deer pregnant aaya karanam, he starts giving it water and takes care of it and all. So his during his meditation time, his concentration goes there, little bit of concentration goes there. What happens, aa deer prasavikkum, oru kutti deer ne prasavikkum, പക്ഷെ ആ അമ്മ deer മരിച്ചു പോകും. സോ പിന്നെ ഭരത മഹാരാജിന്റെ എല്ലാ കോൺസെൻട്രേഷനും ആ കുട്ടിയെ നോക്കാനാണ്. അങ്ങനെ ആ കുട്ടിയെ നോക്കി 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 പുള്ളിക്കാരന്റെ മെഡിറ്റേഷൻ എല്ലാം മറന്നുപോകും. അങ്ങനെ അടുത്ത ജന്മം പുള്ളി ഒരു ഡിയർ ആയിട്ടാണ് ജനിക്കുന്നത്. പിന്നെ അതിന്റെ അടുത്ത ജന്മമാണ്, ആൻഡ് ഹി വാസ് എ വെരി പയസ് ഡിയർ, ബിക്കോസ് ആ കഴിഞ്ഞ ജന്മത്തിൽ അറ്റൈൻ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് നല്ലൊരു ജീവിതമായിരുന്നു ആ ഒരു ഡിയറിന്. അത് കഴിഞ്ഞ് അടുത്ത ജന്മമാണ് ജഡഭരതായിട്ട് he gets this thing, birth. So this is all very important for us. അതുകൊണ്ടാണ് നമ്മൾ ഈ എടുത്തെടുത്ത് പറയുന്നത് that please do this practice, ഈ മാസം ഇത് ചെയ്യണം എന്നുള്ളൊരു ഇമ്പോർട്ടൻസ് അതാണ്. So thank you. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നല്ലൊരു മെസ്സേജ് തന്നതിൽ ഹരേ കൃഷ്ണ. ചന്തു റെഡി അല്ലേ? ചന്തു റെഡിയല്ല, ഞാൻ പാടാം. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. ഹരേ കൃഷ്ണ. ഇങ്ങനെ വരണം, മാറ്റം മനസ്സിലായില്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചന്തു പാടട്ടെ കോറസ്. കണ്ണാ കണ്ണാ ഓടിവാ, ഉണ്ണി കണ്ണാ ഓടിവാ, ഓടക്കുഴലും പാടിവാ, ഉണ്ണി കാൽ വെച്ചോടിവാ. കണ്ണാ ഓടിവാ, ഉണ്ണി കണ്ണാ ഓടിവാ, ഓടക്കുഴലും പാടിവാ, ഉണ്ണി കാൽ വെച്ചോടിവാ. ആടും മയിലിൻ പീലിയും ആനന്ദമാം ഗോപിയും അല്ലലകറ്റും ചില്ലിയും അഞ്ജനമെഴുതിയ കണ്ണുമായി. കണ്ണാ ഓടിവാ, ഉണ്ണി കണ്ണാ ഓടിവാ, ഓടക്കുഴലും പാടിവാ, ഉണ്ണിക്കാൽ വെച്ചോടിവാ. കാതിൽ കുണ്ടളം തൂക്കിയും ഗളമതിൽ മാല ചാർത്തിയും കങ്കണമിട്ട കൈകളാൽ കളകളരവമോടോടിവാ. കണ്ണാ ഓടിവാ, ഉണ്ണി കണ്ണാ ഓടിവാ, ഓടക്കുഴലും പാടിവാ, ഉണ്ണിക്കാൽ വെച്ചോടിവാ. ദേവകി സുതനാം ബാലനാം ദേവകൾക്കെല്ലാം ദേവനായി, ദേവി രുക്മിണിനാഥനായി ഭാരതവാസ ഓടിവാ. കണ്ണാ കണ്ണാ ഓടിവാ, ഉണ്ണി കണ്ണാ ഓടിവാ, ഓടക്കുഴലും പാടിവാ, ഉണ്ണിക്കാൽ വെച്ചോടിവാ. കണ്ണാ കണ്ണാ ഓടിവാ, ഉണ്ണി കണ്ണാ ഓടിവാ, ഓടക്കുഴലും പാടിവാ, ഉണ്ണിക്കാൽ വെച്ചോടിവാ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഡോക്ടർ ജി, എന്തെങ്കിലും റിപ്ലൈ കൊടുക്കാനുണ്ടോ? നമ്മളെ കാർത്തിക മാസം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് വരികയാണ്. എല്ലാവർക്കും ഡിവോഷനൊക്കെ കൂടി വരുന്നുണ്ട്, പാർട്ടിസിപ്പേഷൻ കൂടുന്നുണ്ട്. നമ്മള് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോഴത്തേ വളരെ വളരെ ഗംഭീരമായിട്ടാണ്. സുമാജിയുടെ ഒക്കെ ഇത്രയും വലിയ മാറ്റം നമ്മൾ പ്രതീക്ഷിച്ചതിലും വളരെ വളരെ അപ്പുറമാണ്. ഈ അടുത്ത വർഷം എന്തായിരിക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോയിന്റ് മണ്ഡലാജിക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നല്ല രീതിയിലാണ്. തീർച്ചയായിട്ടും എല്ലാവരും പാർട്ടിസിപ്പേഷൻ വളരെ രീതിയിൽ നന്നാവുന്നുണ്ട്. പിന്നെ എല്ലാം ഒരു ഡിവോഷൻ ഉള്ള രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒരു കുടുംബല്ലേ, അപ്പൊ പിന്നെ അവിടെ മടിയുടെ ആവശ്യമില്ലല്ലോ. അത് തന്നെയാണ് സുമാജി ഞാൻ പറഞ്ഞത്. നമ്മൾ എല്ലാവരും ഒന്നാകുന്നു
അതാണ് ഞാൻ കഴിഞ്ഞ ഞങ്ങൾ മീറ്റിംഗ് പറഞ്ഞ് നമ്മളൊരു കുടുംബത്തെ പോലെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതാണ് അത് അർത്ഥവത്താവുന്നു. തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ നമ്മൾ ഭഗവാനുമായിട്ട് കൂടുതൽ ക്ലോസ് ആവും, നമ്മൾ അറിയാതെ തന്നെ ക്ലോസ് ആവും. അത് പ്രത്യേകിച്ച് കാർത്തിക മാസത്തിൽ നമ്മൾ 100% ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു സ്പിരിച്വലി നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ആവും. സ്പിരിച്വലി മാത്രമല്ല, ഇത് വളരെ അനുഭവങ്ങളാണ്. മെറ്റീരിയലിൽ കൂടി ഭൗതികമായി പോലും ഇമ്പ്രൂവ്മെന്റ് ആവും. പലരുടെയും നല്ല കാര്യങ്ങൾ സംഭവിച്ചത് കാർത്തിക മാസത്തിലാണ്. ഇതിനകത്ത് സ്പിരിച്വൽ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ഭഗവത്ഗീത ക്ലാസ്സിന്, ഭാഗവതം ക്ലാസ്സിന് പോകുന്ന സമയത്ത് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഇപ്പം ചാൻറ്റ് ചെയ്യണം, 2 റൗണ്ട് ചാൻറ്റ് ചെയ്യണം, 4 റൗണ്ട് ചാൻറ്റ് ചെയ്യണം, 8 റൗണ്ട് ചാൻറ്റ് ചെയ്യണം, 16 റൗണ്ട് ചാൻറ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പം ഞാൻ മനസ്സുകൊണ്ട് ഇതിനെ പ്രതിഷേധിച്ച് പറയാറുണ്ട്. ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ലെന്ന് ഞാൻ ആരോടും പറയാറില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ അതൊരു ഡിഫെൻഡിങ് മൂഡിൽ പറയും. അതൊക്കെ നടക്കുന്നില്ല. അവസാനം 1 റൗണ്ട് ഞാൻ ചെയ്യാം എന്ന് മനസ്സിൽ പറയും. 1 റൗണ്ട് കൃഷ്ണ, ഞാൻ 1 റൗണ്ട് ചെയ്യാം, 16 റൗണ്ട് ഒന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് കൃഷ്ണനോട് തന്നെയാണ് പറയുന്നത്, മറ്റുള്ളവരോടൊന്നും അല്ല പറയുന്നത്. അത് ചില സമയത്ത് ഞാനൊരു 2 റൗണ്ടോ 4 റൗണ്ടോ ചെല്ലുമ്പം കൃഷ്ണനോട് ഞാൻ പറയും, ഒരു മുൻകൂർ ജാമ്യം എടുക്കും, ഇത് സ്ഥിരമല്ല, അത് സ്ഥിരമാക്കുന്ന ഒരു പരിപാടി ഒന്നുമില്ല. സമയം കിട്ടുവാണെങ്കിൽ ഞാൻ 4 റൗണ്ട് 2 റൗണ്ടൊക്കെ ചെയ്യും. പക്ഷെ എന്തായാലും 1 റൗണ്ട് ഞാൻ ചെയ്തിരിക്കാം എന്ന് പറയുന്നൊരു വ്യക്തിയായിരുന്നു. മനസ്സുകൊണ്ടൊരു കൺവെർസേഷൻ ഭഗവാനോടുണ്ടായിരുന്നു. പക്ഷേ അത് ആദ്യത്തെ ദാമോദര ആരതി മാസം ആദ്യമായിട്ട് നമ്മൾ ഇറങ്ങും. 2007 ആണോ അത്? 2007 or 2008 അല്ലേ? It's more, I think അതിലും I think 2003 2004 ലൊക്കെ അല്ലേ? അതെ, പക്ഷെ 2007 ആണ് ഫുൾ പ്ലഡ്ജ് ആയി വന്നത്. ഓക്കെ. അപ്പൊ ആ 2007 നമ്മൾ ദാമോദര മാസത്തിൽ ഇറങ്ങുമ്പോൾ അന്നാണ് നമ്മൾ ആദ്യമായിട്ട് ദാമോദര മാസം ഫുൾ ഇങ്ങനെ ഈ പറയുന്നതിന്റെ കൂട്ട് എല്ലാ വീടുകളിലും സന്ദർശിക്കാൻ ഒന്നുകൂടെ ഒന്നൊരു എസ്റ്റാബ്ലിഷ് ചെയ്തു വരുന്നത്. ആ സമയത്ത് ആ 1 മാസം ഫുള്ള് നമ്മൾ ഗുരുനാഥനോടൊപ്പം തന്നെ ശിക്ഷാഗുരുവിനോടൊപ്പം ദാമോദര മാസത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഞാൻ അറിയാതെ തന്നെ റിഫ്ലക്ഷനാണ്, ഞാൻ അറിയാതെ തന്നെ ഞാൻ ഈ 1 2 3 റൗണ്ട് അല്ലെങ്കിൽ 1 റൗണ്ട് ചെയ്യുന്നിരുന്നു ഞാൻ അറിയാതെ 16 റൗണ്ടിലേക്ക് മാറി. അറിയില്ല ഞാൻ എപ്പോൾ മാറി എന്നുള്ളത്. അതൊരു റിസൾട്ടാണ്, കാർത്തിക മാസത്തിന്റെ ഒരു റിസൾട്ടാണ്. അറിയാതെ 16 റൗണ്ടിലേക്ക് മാറി. പിന്നെ അത് നമുക്കതൊരു പ്രത്യേകം ടാസ്ക് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പൊ അതാണ് കാർത്തിക മാസത്തിന്റെ ഗുണം. അടുത്ത ആരാണ് പാടുന്നത്? വിനോദ്ജി, പ്രിയാജി പാടുന്നില്ലേ? ഹരേ കൃഷ്ണ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? പാടില്ലേ? ഓ, പാടും, പാടിക്കോളൂ. हरि साई गोपाला, जगलपति हरि साई गोपाला, जगदोधारा साई नंदलाला, जगदोधारा साई नंदलाला, जगलपति हरि साई गोपाला, मधुराधिपति कृष्ण गोपाला, मधुराधिपति कृष्ण गोपाला, मधुर मधुर रे गान विलोला, मधुर मधुर रे गान विलोला, जगदोधारा नंदलाला, जगदोधारा नंदलाला, जगलपति हरि साई गोपाला, जगदोधारा नंदलाला, मधुराधिपति कृष्ण गोपाला, मधुर मधुर रे गान विलोला, जगदोधारा
Nandalala, Sai Nandalala, Jai Jai Gopala, Sai Nandalala, Jai Jai Gopala, Sai Nandalala, Jai Jai Gopala, Sai Nandalala, Jai Jai Gopala. ഹരേ കൃഷ്ണ. താങ്ക് യു. വളരെ മനോഹരമായിരുന്നു. ഹരേ കൃഷ്ണ. സുധീഷ് ജി, എന്തെങ്കിലും മെസ്സേജുകൾ? പ്രഭു, കഴിഞ്ഞ 2 ദിവസത്തെ നമ്മുടെ ദാമോദര മാസത്തേക്കാറ് ഇന്ന് കുറച്ചുകൂടെ നമ്മൾ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോയിരിക്കുകയാണ്. നല്ല പാർട്ടിസിപ്പേഷൻ, ഡോക്ടർ പറഞ്ഞ പോലെ നല്ല മെസ്സേജസ്. പക്ഷെ ഒരു കാര്യം, ഇന്ന് നമ്മൾ ഇത് ചെയ്യുമ്പോഴും നമുക്ക് ഇത് പറയുമ്പോഴും നമ്മൾ ജപിക്കാത്തോണ്ട് ഒരു കുറവ് പോലെ ഫീൽ ചെയ്യുന്നു. അതിന്ന് ചെയ്യാത്തതാണോ നമ്മൾ അറിയത്തില്ല. പക്ഷെ ഇപ്പോ നമ്മൾ കൂടുമ്പോൾ ജപിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒരു കുറവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഹരേ കൃഷ്ണ. അത് തന്നെ ഒരു ശ്രദ്ധ, നമ്മളിൽ ഒരു ശ്രദ്ധ ഉണ്ടായി എന്നുള്ളതിന്റെ ഒരു സിമ്പലാണത്. ഹരേ കൃഷ്ണ സുധീഷ്, നല്ല കാര്യം. അതായത് ഇന്ന് രാവിലത്തെ ക്ലാസ്സിന്, ആ കുട്ടികളുടെ ക്ലാസ്സും ആരതിയൊക്കെ ആയിട്ട്, അതിനകത്ത് ഒരു കുട്ടിയുടെ അച്ഛൻ പറഞ്ഞൊരു അനുഭവം എൻ്റെ അടുത്ത് അന്നേരം പറഞ്ഞതാണ്. അദ്ദേഹം നാട്ടിലേക്ക് പോയത്, എൻ്റെ അച്ഛൻ്റെ സുഖമില്ലാതെ നാട്ടിലേക്ക് പോയതാണ്. ഫ്ലൈറ്റിൽ വെച്ചിട്ട് അതാണ് മാസ്കിന്റെ കാര്യം പറഞ്ഞത്. മാസ്ക് വെച്ചിട്ട് 2-3 ലെയറോ കൂടുതലെന്തോ ബ്രീത്ത് ഒട്ടും എടുക്കാൻ പറ്റുന്നില്ല, വിമിഷ്ടപ്പെട്ടു. അപ്പം അടുത്ത ആളില്ല, കുട്ടി മാത്രമേ ഉള്ളൂ. എന്താ പറയുന്നത് അറിയാമോ, പറയാൻ പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹം മനസ്സിൽ വ്യക്തമായിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു. ആ ഒരു വൈബ്രേഷനിൽ അദ്ദേഹത്തിന് വല്ലാതൊരു ഫീൽ ഉണ്ടായെന്നാണ് പറഞ്ഞത്. വല്ലാത്തൊരു ഫീൽ ഉണ്ടായി, അദ്ദേഹത്തിന്റെ ആ ബ്രീത്ത് എടുക്കാൻ പറ്റി എന്നുള്ളത് വളരെ ഒരു അനുഭവമായിട്ടാണ് ഇന്ന് രാവിലെ അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ ഒരു അനുഭവങ്ങളാണ് അത് നമുക്കൊരു പക്ഷേ നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ എന്താണെന്നറിയില്ല, അതൊക്കെ അവർ സ്വന്തമായിട്ട് ഭഗവാനും അവരും തമ്മിലുള്ള ഒരു ബന്ധങ്ങളാണ് അതെല്ലാം. ഹരേ കൃഷ്ണ. താങ്ക് യു സുധീഷ് പറഞ്ഞത്, സന്തോഷം. ഹരേ കൃഷ്ണ. വിദ്യാജി ഒരു കീർത്തനം ചൊല്ലാം. ഹരേ കൃഷ്ണ. ചന്തു വീണ്ടും വരും കേട്ടോ, ചന്തുവിനെ വിട്ടിട്ടില്ല. ഓക്കെ, ഹരേ കൃഷ്ണ. ഞാൻ നന്ദനാഷ്ടകം ചൊല്ലാം. ഓക്കെ. സുചാരുവക്രമണ്ഡലം സുകർണരത്നകുണ്ഡലം സുചർച്ചിതാംഗചന്ദനം നമാമി നന്ദനന്ദനം സുദീർഘനേത്രപങ്കജം ശിഖണ്ഡമൂർധജം അനംഗകോട്ടിമോഹനം നമാമി നന്ദനന്ദനം സുനാസികാഗ്രമൗക്തികം സ്വച്ഛണ്ഡദന്തപന്തികം നവാംബുദാംഗചിക്കണം നമാമി നന്ദനന്ദനം കരേണ വേണുരഞ്ജിതം ഗദികരീന്ദ്രഗഞ്ജിതം ദുകൂലപീതശോഭനം നമാമി നന്ദനന്ദനം ത്രിഭാംഗദേഹസുന്ദരം നഖദ്യുതിസുധാകരം അമൂല്യരത്നഭൂഷണം നമാമി നന്ദനന്ദനം സുഗന്ധ അംഗസൗരഭം ഉരോ വിരാജി കൗസ്തുകം സ്ഫുരച്ചിവത്സലാഞ്ചനം നമാമി നന്ദനന്ദനം വൃന്ദാവനസുനാഗരം വിലാസനോഗവാസനം സുരേന്ദ്രഗർവമോചനം നമാമി നന്ദനന്ദനം പ്രജാംഗനാഗനായകം സദാ സുഖപ്രദായകം ജഗന്മന പ്രലോഭനം നമാമി നന്ദനന്ദനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. അടുത്തത് മീരാജിയുടെ കീർത്തനമാണ്. ഇത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ശരി. കീർത്തനം എന്ന് പറയാൻ പറ്റില്ല, ഞാനിത് പാടിയിട്ടുള്ളതാണ് കേട്ടോ. കുഴപ്പമില്ല, ശരി.
കുന്ന തമ്പുരാനെ കൃഷ്ണ തൃക്കരൾ ഞാനിതാ കുമ്പിടുന്നേൻ. ദുഃഖമെടുത്തതിനെന്റെ മൂലം കൃഷ്ണ ദുഃഖമെടുത്തതു ജന്മമൂലം. ജന്മമെടുത്തതിനെന്റെ മൂലം കൃഷ്ണ ജന്മമെടുത്തതു കർമ്മമൂലം. കർമ്മമെടുത്തതിനെന്റെ മൂലം കൃഷ്ണ കർമ്മമെടുത്തതു രാഗമൂലം. രാഗമെടുത്തതിനെന്റെ മൂലം കൃഷ്ണ രാഗമെടുത്തതു മാനമൂലം. മാനമെടുത്തതിനെന്റെ മൂലം കൃഷ്ണ തന്നെ നിനയായി ഗമാനമൂലം. തന്നെ നിനയായി വാനെന്റെ മൂലം കൃഷ്ണ അജ്ഞാനമാമവിവേകമൂലം. അജ്ഞാനം പോവതിനെന്റെ മൂലം കൃഷ്ണ അജ്ഞാനം പോവതു ജ്ഞാനം കൊണ്ടേ. ജ്ഞാനമുണ്ടാവതിനെന്റെ മൂലം കൃഷ്ണ ജ്ഞാനമുണ്ടാവതു ഭക്തി കൊണ്ടേ. ഭക്തിയുണ്ടാവതിനെന്റെ മൂലം കൃഷ്ണ ഭക്തിയുണ്ടാവൂ വിരക്തി കൊണ്ടേ. ശക്തി പോയിടുവാൻ എന്റെ മൂലം കൃഷ്ണ ചിത്തത്തിൽ നല്ലൊരു ശുദ്ധി കൊണ്ടേ. ചിത്തശുദ്ധിക്കു ഞാൻ എന്തു ചെയ്യൂ കൃഷ്ണ നല്ല വഴിക്കുള്ള ശ്രദ്ധ ചെയ്യൂ. ശ്രദ്ധയുണ്ടാവതിനെന്തു ചെയ്യൂ കൃഷ്ണ പുണ്യ കഥകളെ കേട്ടുകൊള്ളൂ. സത്കഥ കേൾപ്പതിനെന്തു ചെയ്യൂ കൃഷ്ണ സജ്ജന സംഗതി ചെയ്തുകൊള്ളൂ. സജ്ജന സംഗതിക്കെന്തു ചെയ്യൂ കൃഷ്ണ വായുപുരേശനെ സേവ ചെയ്യൂ. വായുഗൃഹാധിപ വാസുദേവ കൃഷ്ണ ബാലകോ ബാലക പാലയ മാം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഹരേ കൃഷ്ണ. കൃഷ്ണ, മീരാജിയുടെ പാട്ട് വളരെ അർത്ഥപൂർണമായിട്ടായിരുന്നു. അതായത് ഭഗവത്ഗീതയിലെ കണ്ടന്റ്സ് ഫുൾ അതിനകത്ത് പറയുന്നുണ്ട്. ആക്ച്വലി നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പം ഈണത്തിനൊപ്പം തന്നെ എന്താണ് ആ വരികളിൽ പറയുന്നത് കൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഭക്തി ഉണ്ടാവും. അതായത് വരികൾ എന്താണ് പറയുന്നത് പറയുമ്പോഴാണ് ആ വരികളിലെ ജ്ഞാനത്തെ പറ്റി ഓർമ്മ വരുന്നത്, ജ്ഞാനം ഉണ്ടാകുന്നത്. ജ്ഞാനം വരുമ്പോഴാണ് ഭഗവാന്റെ അടുത്തേക്കുള്ള ഭക്തി വരുന്നത്. ഭക്തി വരുമ്പോഴാണ് മെറ്റീരിയലുള്ള അറ്റാച്ച്മെന്റ് കുറയുന്നത്, വിരക്തി വരുന്നു. വളരെ അർത്ഥപൂർണമായിരുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. ചന്തു റെഡി അല്ലേ? ഹരേ കൃഷ്ണ. അടുത്ത ആഴ്ച പാടും പ്രഭു. ഓക്കെ. ഹരേ കൃഷ്ണ. ഓ, റീപ്ലേസ്മെന്റ് വേണ്ട, അഡീഷൻ നമുക്ക് ആഡ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു, താങ്ക് യു. എങ്കിലും ഹരേ കൃഷ്ണ. സ്നേഹ കീർത്തനം. പ്രഭു ദാമോദരാഷ്ടകാണോ? അല്ല, കീർത്തനം. സുരേഷ് പ്രഭു വീഡിയോയിൽ വരാം. ഹരേ കൃഷ്ണ. അടുത്തതിന്റെ ക്ലാസിന്റെ സമയമാണ് ചോദിച്ചത്. ഡെയിലി ഭാഗത്തിനൊരു ഹരേ കൃഷ്ണ. ആ, ശരി.
Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Rama Rama, Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Rama Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Rama Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna Hare Hare,
Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare. हरि नाम संकीर्तन की जय, श्रीपाद की जय, निताय गौर प्रेमानंदे हरि ഹരി ബോൾ. ഹരേ കൃഷ്ണ. താങ്ക് യു സ്നേഹ. ഹരേ കൃഷ്ണ. നമ്മൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അടുത്ത ദാമോദരാഷ്ടകത്തെ കുറിച്ചാണ്. എന്തായാലും നമ്മൾ ഇവിടെ കൂടിയിരുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഹോസ്റ്റിനും എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ, ദാമോദര ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് നമ്മൾ 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ ഹരേ. സ്നിഗ്ധ ഒന്ന് വന്നുപോയി, തുടങ്ങിയോ? ഹരേ കൃഷ്ണ. അപ്പം നാളെ നമ്മുടെ ദാമോദരാരതി നമ്മുടെ കുടുംബാംഗം സുധീഷ്ഠിയുടെ വീട്ടിലാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. നാളെ 6:30. ഓക്കെ. വിനോദ്ജി, എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? മണിലാൽജി, വിനോദ്ജി നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട്. അതെ, വിനോദ്ജി ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. വിനോദ്ജി എവിടാണ് ദുബൈയില്? ഇവിടെ എന്തെടുക്കുന്നു? ഇവിടെ ഞാനൊരു കമ്പനിയിൽ IT മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. അലയിലാണ് വർക്ക് ചെയ്യുന്നത്. അതെ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ രാമ. ജയ രാധാ ദാമോദര രാധാ ദാമോദര രാധേ, ജയ രാധാ ദാമോദര രാധാ ദാമോദര രാധേ. श्री प्रभुपाद की जय, दामोदर भगवान की जय. ഹരേ കൃഷ്ണ. താങ്ക് യു. സ്നിഗ്ധ എത്തിയോ? ഹരേ കൃഷ്ണ. പാട്ട് നന്നായിരുന്നു കേട്ടോ കമല. താങ്ക് യു. ഹരേ കൃഷ്ണ. അപ്പം ഒരിക്കൽ കൂടി വിനോദ്ജി, പ്രിയാജി, ഹരേ കൃഷ്ണ. താങ്ക് യു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ദിവസം വീണ്ടും കാർത്തിക മാസ ഗിഫ്റ്റുമായിട്ട് എല്ലാ വീടുകളിലും എത്തിയിരിക്കും. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്നിഗ്ധ എത്തിയിട്ടുണ്ട്. സ്നിഗ്ധ എത്തിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്നിഗ്ധ ഹരേ കൃഷ്ണ. നമാമീശ്വരം കേൾക്കുമ്പോൾ സ്നിഗ്ധ വളരെ ജാഗരൂകരായിട്ടിരിക്കും. ആളൊപ്പം പാടിയെന്ന് രക്ഷയില്ല, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ഇന്ന് നമ്മൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യണം. ഡോക്ടർ ജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി ഹരേ കൃഷ്ണ. ശില്പമാതാജി ഹരേ കൃഷ്ണ. വിദ്യാജി ഹരേ കൃഷ്ണ. നിഷാജി ഹരേ കൃഷ്ണ. ഇപ്പം ഇന്ന് സജീവം ആകാത്തവർ, ആക്റ്റീവ്, എല്ലാവരും ആക്റ്റീവാണ്, വെറുതെ പറഞ്ഞത് കേട്ടോ. നാളെ ചില ഊഴങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്നേഹ 10. കമലു ഹരേ കൃഷ്ണ. എവിടെ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 10, 9, 8. ഹരേ കൃഷ്ണ. ഓക്കെ, കൗണ്ട് ഡൗൺ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. 1, 0. Bhim.
നാളത്തേക്കുള്ള എൻട്രി ആയിട്ട് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.